ഹൈ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു പ്ലേസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളൊരു അടിപൊളി പ്ലാന്റുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റിൻ്റെ പേരാണ് നമ്മുടെ ടോർച്ച് ജിഞ്ചർ ലിലി. അപ്പോൾ ടോർച്ച് ജിഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു ഹെലിക്കോണിയ വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റാണിത്, ടോർച്ച് ജിഞ്ചർ ഹെലിക്കോണിയ. അപ്പോൾ ഹെലിക്കോണിയിൽ ഒത്തിരി വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത് ടോർച്ച് ജിഞ്ചർ. ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ മാക്സിമം ആ ബ്യൂട്ടി എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം മാരക കളറാണ്, ഞാൻ വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. നിങ്ങളുടെ വീടിന് ചുറ്റും ഇത് അത്യാവശ്യം കുറച്ച് സ്പേസ് ഉള്ളവർക്കാണെങ്കിൽ നമുക്കൊരു സൈഡ് പിടിക്കാൻ വേണ്ടി ഹെലിക്കോണിയ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ്. നോർമൽ ചില ഹെലിക്കോണിയാസ് ചിലർ വയ്ക്കാറുണ്ട് വെറും വലിയ ഇലയുള്ള. ബട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും റിസോർട്ടിനെ പോലെ കറക്റ്റ് ആ ഒരു ഫീൽ വരും. അത്യാവശ്യം ഏരിയ ഉള്ളവർക്ക് ഒരു സൈഡ് വേസ് നട്ടു കൊടുക്കാം. നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവേഴ്സ് കിട്ടും. നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് ഈ പ്ലാന്റ്. നമ്മൾ ലാസ്റ്റ് ടൈം മഹാരാഷ്ട്രയൊക്കെ ഒത്തിരി നമ്മളെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് റെഡ് ജിഞ്ചർ എന്നറിയപ്പെടുന്നുണ്ട്, പിന്നെ അതുപോലെ റെഡ് ഫ്ലവർ എന്നും പറയാറുണ്ട് ഇതിൻ്റെ ചിലന്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒറിജിനൽ പേര് നമ്മുടെ ടോർച്ച് ജിഞ്ചർ എന്നാണ്. കാരണം ഒരു ടോർച്ച് നമ്മളിങ്ങനെ ഇത് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതുപോലെ നമ്മൾ നോർമൽ ജിഞ്ചർ ലില്ലി ഉണ്ട്, ബട്ട് ഇത് അതിനേക്കാളും നമുക്ക് കറക്റ്റ് ഒരു ഫ്ലവർ എന്നുള്ള രീതിയിൽ കിട്ടും. പിന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പല മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിപ്പോൾ നമുക്കൊരു അലങ്കാര ചെടി എന്നുള്ള രീതിയിൽ ആൾക്കാർ ഒത്തിരി മേടിക്കാറുണ്ട് നമ്മുടെ കയ്യിലും, മറ്റേ വീട്ടിലൊക്കെ നട്ട് വളർത്താൻ വേണ്ടി. പിന്നെ അത്യാവശ്യം നിറച്ചിത് ഇപ്പോൾ സെയിൽസ് നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്കിപ്പോൾ ഓരോ വീക്കിലും ഇതിൻ്റെ ഒരു 5-6 ഓർഡേഴ്സ് വെച്ച് കിട്ടുന്നുണ്ട്. ബാക്കി പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ബട്ട് ഇത് നമുക്കൊരു 5-6 ഓർഡർ വെച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ എൻ്റെ റീൽസ് കുറച്ചിന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ സെയിലിനുണ്ട്. ഇതിൻ്റെ ആ ഒരു ചുവപ്പ് കളറും പിന്നെ ഇതിൻ്റെ ലീവ്സ് വന്നിട്ട് നോർമലി നമുക്ക് ഒരു ഏലത്തിൻ്റെ ലീവ്സ് പോലെയൊക്കെയാണ് നിൽക്കുന്നത്. കണ്ട അതിൻ്റെ ലീഫ് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫ്ലവർ മാത്രമാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഇത്രയും ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ സൈഡിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വളരെ വേഗം നിങ്ങളുടെ ഓർഡേഴ്സ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ സാധനം ഉണ്ടാവില്ല. പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് പല ഫ്ലേവറിങ്ങിനും പിന്നെ അതുപോലെ കളർ ഏജൻറ്റായിട്ട് പിന്നെ അതുപോലെ ഫ്രാഗ്രൻസ് ഏജൻറ്റായിട്ടൊക്കെ നമ്മളിതിനെ പേസ്റ്റായിട്ട് മിക്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സും ഈ പ്ലാന്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലവറാണ് മെയിനായിട്ട് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ആണ്. നിങ്ങൾക്ക് കൊറിയറാണ് നമുക്കിതിപ്പോൾ പോസിബിൾ ആയിട്ടുള്ളത്. ഡയറക്റ്റ് സെയിൽ നമുക്കിത് ഉണ്ട്, ബട്ട് വളരെ കുറവായിരിക്കും. ഉണ്ടാവും, വരുന്നവർക്ക് വിളിച്ചിട്ട് വരാം. കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്പേഴ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, വളരെ വേഗം തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.